വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര സിംബാബ്വേയുമായിട്ടാണ്. ജൂലൈയിലാണ് അത് നടക്കുന്നത്. 5 T20 ഇന്ത്യ സിംബാബ്വേയുമായിട്ട് കളിക്കുന്നത്. ഈ ഒരു സീരീസിൽ സീനിയർ താരങ്ങൾ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. മുഴുവനായിട്ടും യുവതാരങ്ങളായിരിക്കും. IPL തകർത്ത് കളിച്ച എല്ലാ താരങ്ങളും ഈ ഒരു സീരീസിൽ ഉണ്ടായിരിക്കും. ഒരുപാട് യുവതാരങ്ങൾക്ക് അരങ്ങേറ്റത്തിന് അവസരം കിട്ടും. അതുമാത്രമല്ല, സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇപ്പോഴിതാ സിംബാബ്വേക്കെതിരെയുള്ള ഇന്ത്യയുടെ സാധ്യതാ ടീം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ ഇന്ത്യയുടെ ഒരു സീരീസിൽ മുഴുനീള ക്യാപ്റ്റൻ ആകാനുള്ള സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. സിംബാബ്വേക്കെതിരെയുള്ള 5 T20 സീരീസിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി മറ്റു താരങ്ങളെ നോക്കിയാൽ SRHന്റെ അഭിഷേക് ശർമ്മ. ഈ IPL മികച്ച കളിയാണ് അഭിഷേക് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിനും അവസരം കിട്ടും. അതുമാത്രമല്ല, ലക്നൗ ടീമിന്റെ പേസർ മായങ്ക് യാദവ്, ഇദ്ദേഹത്തിനും അവസരം കിട്ടും. ലക്നൌവിന് വേണ്ടി 155 മുകളിൽ വേഗതയിൽ പന്തെറിയുന്ന താരമാണ് മായങ്ക്. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി രാജസ്ഥാന്റെ സൂപ്പർ താരം റിയാൻ പരാഗും സിംബാബ്വെ സീരീസിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഫിനിഷർ റിങ്കു സിംഗ്, ജയ്സ്വാൾ, ഋതുരാജ് തുടങ്ങിയ താരങ്ങളും ടീമിൽ ഇടം പിടിക്കും. BCCI യുവതാരങ്ങളെ അണിനിരത്തി സിംബാബ്വേക്കെതിരെ കളിപ്പിക്കാനാണ് പോകുന്നത്. ഇന്ത്യൻ ടീമിൽ യുവതാരങ്ങളെ വളർത്തിയെടുക്കാനാണ് സിംബാബ്വെ സീരീസ് വെച്ചിരിക്കുന്നത്. സഞ്ജുവിന് ഇത് സുവർണാവസരമാണ്. ഈ ഒരു T20 സീരീസ് ഇന്ത്യൻ ടീം തൂത്തുവാരുമെന്നത് ഉറപ്പാണ്. സിംബാബ്വെ ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരിക്കും. അതുകൊണ്ട് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ഈ സീരീസ് തൂത്തുവാരാൻ സാധിച്ചാൽ അത് സഞ്ജുവിന് നേട്ടമാണ്. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഭാവിയിൽ സഞ്ജുവിനെ ഇന്ത്യയുടെ T20 ടീമിന്റെ ക്യാപ്റ്റനാകാനും സാധ്യതയുണ്ട്. പാണ്ഡ്യയോട് ഇപ്പോൾ BCCIക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് സിംബാബ്വെ സീരീസിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.